രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്ന പാവങ്ങളാട്ടോ. ട്രാഫിക് റൂൾസൊന്നും ഇവർക്ക് ബാധകമല്ലല്ലോ. ഹോം ഗാർഡ് ആ റോഡിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, ലൈനിൽ വരാൻ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ ആ ബസ് ആ ഹോം ഗാർഡിനെ നെഞ്ചത്ത് കൂടെ തന്നെ കയറ്റി പോയിരുന്നു. ഒരു സൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ആ ഹോം ഗാർഡിനെ ഒരസിയിട്ട് തന്നെയാണ് ആ ബസ് പോണത്. വല്ലാത്തൊരു ജാതികളല്ലേ. നിരനിരയായി വാഹനങ്ങൾ പോകുമ്പോൾ അതിനെ മറികടന്ന് എതിർദിശയിൽ തെറ്റായ ദിശയിൽ ഇത്തരത്തിൽ സ്വകാര്യ ബസ് വരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഹോംഗാർഡ് രാജേഷ് കാണുന്നത്. പിന്നീട് ഇയാൾ കൈകാട്ടി നിർത്താൻ പലതവണ ദൂരെ നിന്നും ഈ ബസ്സുകാരോട് കാണിക്കുന്നുണ്ട്. ബസ് ഡ്രൈവർ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഈ ലൈനിലേക്ക് വന്ന് നിൽക്ക് സുഹൃത്തേ എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. പക്ഷെ ആ ബസ്സുകാരന് മനസ്സിലാവണില്ലല്ലോ. എത്ര പേരുടെ ജീവനല്ലേ ഇവരൊക്കെ ഈ റോഡിൽ കാണിക്കുന്ന അക്രമം കൊണ്ട് പോണത്. ഇതൊന്നും പരിഗണിക്കാതെ തെറ്റായ ദിശയിൽ ഈ ട്രാഫിക് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇയാൾ കടന്നു വരികയാണ്. ഒപ്പം ഈ രാജേഷിനെ അപായപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ബസ് കടന്നു പോകുന്നത്. ദേഹത്ത് ഉരസിയാണ് ഈ ബസ് കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും ഇതുപോലത്തെ ബസ്സുകാരാണ് മറ്റു പല ബസ്സുകാർ കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ആ പോലീസുകാരൻ കുറച്ചുകൂടെ റോട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ബസ് കയറ്റി പോയിരുന്നല്ലേ മൂപ്പര മേത്ത് കൂടെ. ആ പോലീസുകാരൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം. ഈ സ്വകാര്യ ബസ് ബ്രീസ് എന്ന പേരുള്ള ഒരു സ്വകാര്യ ബസ്സാണ്. ഈ പഴയങ്ങാടി സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സാണ്. ഈ ബസ്സിനെതിരെ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാണ്. കേരള പോലീസിനെ സുമ്മാ പിടിച്ചു. പോലീസ് ആ ബസ്സും ഡ്രൈവറിങ് കണ്ടക്ടറൊക്കെ തൂക്കി.